സെയിൽസിൽ പ്രധാനമായിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ്. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. സെയിൽസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും ടീം പ്രശ്നമാണെന്ന് പറയും, ചില ആൾക്കാർ പറയും ലീഡില്ലെന്ന് പറയും, ചില ആൾക്കാർ പറയും സെയിൽസിന്റെ പിച്ചില്ലെന്ന് പറയും. പക്ഷെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുക. നമ്മൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്റെ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്, അടിപൊളി സർവീസ് ആണ്, പക്ഷെ എന്റെ ടാർഗറ്റഡ് കസ്റ്റമറിന് എന്നെ കുറിച്ച് അറിവില്ല. അതായത് നല്ല പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല, ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നോ സർവീസ് ഉണ്ടെന്നോ. ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാത്തത്, പ്രോപ്പറായിട്ട് ബ്രാൻഡ് ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ നമ്മളുടെ റീച്ചും വിസിബിലിറ്റിയും കൂടുതൽ ആളുകൾക്ക് എത്താത്തതാണ്. ഇനി ചില ആൾക്കാർ പറയും ഞാൻ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് റീച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടില്ല എന്ന്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീച്ച് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമർ ഉള്ള സ്ഥലമല്ല. അപ്പൊ നിങ്ങൾ റോങ് പ്ലേസിലേക്കാണ് നിങ്ങളുടെ ബ്രാൻഡിങ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ആ ട്രാഫിക് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് തീരുള്ളൂ. കൃത്യമായി ട്രാഫിക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്കോ നിങ്ങളുടെ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്കോ വന്നില്ലെങ്കിൽ അവിടെ സെയിൽസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കൺവേർഷൻ ഇല്ല എന്നുള്ള കാര്യം. നല്ല ലീഡ്സ് വരുന്നുണ്ട്, നല്ല ട്രാഫിക് വരുന്നുണ്ട്, പക്ഷെ കൺവേർട്ട് ആവുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും? നല്ല സെയിൽസ് പിച്ച് ഇല്ലാത്തത് നല്ല പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ഒരു നല്ല ടെസ്റ്റ് മോണൽസോ അല്ലെങ്കിൽ അതുപോലെ സക്സസ് സ്റ്റോറീസോ ഇല്ലാത്തത് നല്ല പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ നല്ല ക്ലോസിംഗ് ടെക്നിക്ക് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ക്ലോസിംഗിൽ ഒരു സ്ട്രാറ്റജി ഇല്ലാത്തത് നല്ല പ്രശ്നമായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺവേർഷൻ പ്രോബ്ലം അവിടെ ഇല്ലാതെയാവും. സോ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിനുള്ള ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സെയിൽസിന്റെ പ്രോബ്ലം ഉണ്ടാവില്ലേ.